ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു പപ്പട ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ, ചോറിൻ്റെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ചോറും ഒരു മുട്ട വറുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ പപ്പടം ഞാൻ ഇങ്ങനെ 3 പപ്പടമാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലുതായിട്ടും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതുകൊണ്ട് മറ്റേ വലുതാക്കി പൊരിച്ചെടുത്താൽ മിക്സിയിലിട്ട് അതിക്കൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം പപ്പടം. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക്, ചെറിയ ഉള്ളി ഒക്കെയാണ് നമുക്ക് വേണ്ടത്. വറ്റൽമുളക് ഞാൻ 5-6 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 5-6 പീസ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എരിവില്ലാത്തതിന് കുറച്ച് അധികം എടുത്തോണ്ടു. ഇത് എരിവുണ്ടാകുമ്പോൾ ഏട്ടോ ഈ ചമ്മന്തിയൊക്കെ ടേസ്റ്റ് കഴിക്കാൻ. അപ്പോൾ അതാ പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനൊരു 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് കുറേ ചമ്മന്തി വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. കണ്ടോ ഈ ഒരു പരുവായി കിട്ടണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പിലയും പുളിയാണ് കേട്ടോ. കുരുവില്ലാത്ത പുളിയാണ്. ഞാൻ കുരുള്ള പുളി കുരു കളഞ്ഞിട്ട് ഇതിലിട്ടതാണ് കേട്ടോ. ഒരു നെല്ലിക്കൻ്റെ ഒരു വലുപ്പത്തിൽ ഉള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി എങ്ങനെയായാലും പുളി നമുക്ക് നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ്, അപ്പോഴാണ് ഈ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ആ പപ്പടം പൊരിച്ചിട്ടുള്ള എണ്ണയിലല്ല ഇട്ടത് ചെയ്തിട്ടുള്ളത്, വേറെ എണ്ണയിലാണ്. അപ്പോൾ നമുക്ക് ആ എണ്ണ നമുക്ക് അവസാനം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വേണ്ടത് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരിഞ്ഞ് കിട്ടരുത്, ഒരു തരിതരിപ്പായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ കണ്ടോ ഞാൻ ആദ്യം ആ ഒരു ഉള്ളിയും മുളകും ഒക്കെയാണ് പുളിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ പപ്പടം ഇട്ടെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ നല്ല അരച്ചെടുക്കാതെ ഉണ്ടോ ഈ ഒരു പരുവം മതിയിട്ട് നമുക്ക്. പിന്നെ ഇതിലേക്ക് നിർബന്ധമുള്ളൊരു കാര്യം വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ചമ്മന്തിക്ക് അറിയാമല്ലോ ടേസ്റ്റ് കൂട്ടുന്നത് പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്, കാരണം നമ്മളതൊരു ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് എല്ലായിടത്തേക്ക് എത്തൂല. അപ്പോൾ ഈ സമയത്ത് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ഉണ്ടാക്കി പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, കാരണം പപ്പടമൊക്കെ നമുക്ക് പൊരിച്ച് വെച്ചാൽ തന്നെ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇത് പിന്നെ മിക്സിയിലൊന്ന് ചൂടാക്കി എടുക്കാനും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കും, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് പപ്പടമൊക്കെ പൊരിച്ച് വെച്ചതുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.